ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, അതിൽ പ്രധാനപ്പെട്ട വാർത്ത ഏതാണ്, അതിനെ എങ്ങനെ ക്രമീകരിക്കണം, ശ്രേണീകരിക്കണം എന്നൊക്കെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ ചില മര്യാദകളുണ്ട്. ഏതാണ് പ്രധാന വാർത്ത, അതിൽ ഏറ്റവും പ്രധാന വാർത്ത ഏതാണ് തലക്കെട്ടായിട്ട് പോകേണ്ടത് എന്നൊക്കെ ചില അടിസ്ഥാന ധർമ്മങ്ങളുണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ. അതിനെ പൊതുവെ ലംഘിക്കാതെ ഒരുവിധം മര്യാദയ്ക്കൊക്കെ വാർത്തകൾ കൊടുക്കുക. പല മാധ്യമങ്ങൾക്കും പല താല്പര്യങ്ങളും ഉണ്ടാവും, എന്നാലും കുറേയൊക്കെ മര്യാദകൾ അതിൻ്റെ അകത്ത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പം പ്രിന്റ് മീഡിയയിലാണ് 1-ാം പേജ് വരേണ്ടുന്ന വാർത്തകൾ ഒരു ദിവസം ഏതൊക്കെയാണ്, അതിൽ പ്രധാന തലക്കെട്ടാവേണ്ടത് ഏതൊക്കെയാണ്, അകത്തെ പേജിൽ പോകേണ്ട വാർത്തകൾ ഏതൊക്കെയാണ്. ഇനി ന്യൂസ് ചാനലുകളാണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിൽ വരുന്ന വാർത്തകളിൽ പ്രിയോറിറ്റി അനുസരിച്ച് പിന്നീട് ന്യൂസ് ബുള്ളറ്റിനിൽ പ്രധാന വാർത്തയായിട്ട് ആദ്യം പോകേണ്ടത് ഏത്, രണ്ടാമത് പോകേണ്ടത് ഏത് എന്നിങ്ങനെ അതിനൊരു ക്രമീകരണം ഉണ്ടാവും. അതുപോലെ വൈകിട്ട് അന്തിച്ചർച്ചയ്ക്ക് 8 മണി ചർച്ചയോ 9 മണി ചർച്ചയ്ക്കോ എടുക്കേണ്ടത് പ്രധാന വിഷയം ഏതാണ് എന്നതിൽ ഒരു കൃത്യമായ പരിഗണന എഡിറ്റോറിയൽ ബോർഡിൽ അല്ലെങ്കിൽ അവിടെ ആ ഒരു സംവിധാനത്തിലുണ്ടായിരിക്കും. എന്നാൽ ഇതിനെയെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇന്നലെ കണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ നമ്മുടെ മാധ്യമങ്ങൾ, ചാനലുകൾ അന്തിച്ചർച്ചയിൽ നിന്നും അകറ്റി നിർത്തിയിട്ട് തമസ്കരിക്കുന്ന കാഴ്ച എത്രയോ കഷ്ടമാണെന്ന് നമ്മൾ ആലോചിക്കണം. പറഞ്ഞു വരുന്നത് ഇന്നലത്തെ പ്രധാന വാർത്ത ഏതായിരുന്നു? ഏറ്റവും പ്രധാന വാർത്ത നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന പരിപാടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആ സംവിധാനം സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചതിനെ ഇനി അത് തുടരേണ്ടതില്ല എന്ന് വിധിന്യായത്തിൽ പറയുകയും ചെയ്തു. ഇതുവരെയുള്ള അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രധാന ബാങ്കായി SBI അത് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുകയും വേണം. അതിന് തീയതി നിശ്ചയിച്ചു. അപ്പൊ അത്രയും സുപ്രധാനമായ പ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി വിധിന്യായം കൊണ്ടുവന്നിട്ടും അതേപ്പറ്റി നമ്മുടെ മലയാളത്തിലെ ഒരു ചാനലിനും ഒരു അന്തിച്ചർച്ചയ്ക്ക് അതൊരു വിഷയമായിട്ട് തോന്നാത്തത് മഹാത്ഭുതമാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മാധ്യമ പ്രവർത്തനത്തിലെ മര്യാദകൾ എവിടൊക്കെ എത്രമാത്രം ലംഘിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അതായത് കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെയും BJPയെയും വെറുപ്പിക്കുന്ന ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതിന് ഏത് പരമോന്നത കോടതി എന്ത് വിധിച്ചാലും ഞങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം എവിടെ ഏത് ചെളിക്കുണ്ടിൽ പോയി എത്തിക്കിടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. അതൊരു വാർത്തയല്ല, നമ്മുടെ ചാനലുകൾക്കൊന്നും അതൊരു വാർത്തയല്ല, പത്രങ്ങൾക്ക് പിറ്റേന്നും അത് വലിയ വാർത്തയൊന്നുമില്ല. പകരം ഇന്നലെ എന്തായിരുന്നു അന്തിച്ചർച്ച ഓരോ ചാനലിലും? 8-ാം വർഷ 8ന്റെ പണി എന്താണ്? സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില അല്പം വർദ്ധിപ്പിച്ചു, വല്ലാണ്ട് വർധനമല്ല വരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും വിപണിയേക്കാൾ 35% വിലക്കുറവാണ് സപ്ലൈകോയിലുള്ളത്. ഈ നേരിയ വില വർധന വരുത്തിയതിനു ശേഷവും പൊതുവിപണിയേക്കാൾ 35% വിലക്കുറവിലാണ് സപ്ലൈകോയിലെ സാധനങ്ങൾ ജനങ്ങൾക്ക് വിൽക്കുന്നത്. അതിനെയാണ് 8-ാം വർഷ 8ന്റെ പണി എന്ന് പറഞ്ഞിട്ട് അന്തിച്ചർച്ചയ്ക്ക് ആഘോഷിക്കുകയാണ് കേരള സർക്കാരിനെതിരെ, ഭക്ഷ്യവകുപ്പിനെതിരെ. എന്താ കാര്യം? പിണറായി സർക്കാർ വന്നിട്ട് 8-ാം വർഷമാകുന്നു. ഇവിടെ ചില വസ്തുതകൾ മറന്ന് ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾ അന്തിച്ചർച്ചയിൽ നടത്തരുത്. എന്താണത്? 2016 LDF ഇറക്കിയ മാനിഫെസ്റ്റോ എടുത്തൊന്ന് വായിക്കണം. ഈ നമ്മുടെ മാധ്യമ കേസരികൾ, സിംഗങ്ങളൊന്ന് വായിക്കണം. അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കുന്ന കോട്ടിട്ട ജഡ്ജിമാരും മാധ്യമ ജഡ്ജിമാരും അതൊക്കെ എടുത്തൊന്ന് വായിക്കണം. 2016 പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ വ്യക്തമായിട്ട് LDF പറയുന്നുണ്ട്, LDF അധികാരത്തിൽ വന്നാൽ 5 വർഷത്തേക്ക് സപ്ലൈകോ വഴി അല്ലെ പൊതുവിതരണ സമ്പ്രദായത്തിലെ 13 ഇനങ്ങളുടെ വില വർദ്ധിപ്പിക്കത്തില്ല എന്നതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 5 കൊല്ലം കഴിഞ്ഞ് 8-ാം കൊല്ലമാണ് വർദ്ധിപ്പിക്കുന്നത്. അതായത് 5 കൊല്ലം കഴിഞ്ഞ് വർദ്ധിപ്പിക്കാമായിരുന്നു, അത് വർദ്ധിപ്പിക്കാതെ 8-ാം വർഷമാണ് നേരിയ തോതിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിനെയാണ് 8-ാം വർഷ 8ന്റെ പണി എന്നും പറഞ്ഞിട്ട് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ അന്തിച്ചർച്ച ഒരുക്കുകയാണ് ഒരു ചാനൽ, ഒരു പ്രമുഖ ചാനൽ. നാണമില്ലേ നിങ്ങൾക്കെന്ന് നമ്മൾ ചോദിച്ചു. നരേന്ദ്രമോദിക്കെതിരെ മിണ്ടാൻ പറ്റില്ലല്ലോ, സുപ്രീം കോടതി വിധി ആയിട്ട് പോലും. കാരണം അത് അങ്ങ് ഇഷ്ടപ്പെടാത്തില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയത്തില്ലല്ലോ. ആ സ്ഥാനത്തെടുത്ത് വെച്ചിട്ട് വേറൊരു വിഷയം ചർച്ച ചെയ്യുക.
ഇതെവിടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനി ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 8 വർഷം കഴിഞ്ഞാണല്ലോ വില കൂട്ടിയത് ചെറുതായിട്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് പെട്രോളിനും ഡീസലിനും വാതകത്തിനും എത്ര തവണ വില വർദ്ധിപ്പിച്ചു? കണക്കൊന്ന് പറയാമോ മാധ്യമ ശിങ്കങ്ങൾ അന്തിച്ചർച്ചയിൽ? തയ്യാറുണ്ടോ? പിന്നെ ചോദിക്കട്ടെ, നമ്മൾ 8 കൊല്ലം കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാവട്ടെ ആരാവട്ടെ ശമ്പളത്തിൽ വർധന ഉണ്ടായിട്ടില്ലേ? അല്ലെ മാന്യമായി ജോലിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ആൾക്ക് ഈ 8 കൊല്ലം കൊണ്ട് ശമ്പളത്തിൽ ചെറിയ വർധന എങ്കിലും ഉണ്ടായിട്ടില്ലേ? മറ്റ് സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നുണ്ടല്ലോ. അവിടെ 8 കൊല്ലം കഴിഞ്ഞ് സപ്ലൈകോയിലെ ഒരു ചെറിയ വിലവർധന വന്നപ്പോൾ അത് ഭൂകമ്പമായിട്ട് മാറി. ജനങ്ങളെ പിഴിയുന്നു, വില വല്ലാണ്ട് കൂട്ടി, അതിൻ്റെ ചർച്ച തൊഴിലാളികൾ വന്നിരിക്കുന്നു. ഈ രാജ്യത്ത് ഇന്നലെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും വലിയ സംഭവമാണ് സപ്ലൈകോയിൽ വില കൂട്ടിയത്. 5 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം കൂടെ വില കൂട്ടാതിരുന്ന സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം, അതാണല്ലോ യഥാർത്ഥത്തിൽ നടത്തേണ്ട ചർച്ച, നടത്തേണ്ടുന്ന ചർച്ച ഇതല്ലേ ശരിക്കും? ഇതല്ലേ വസ്തുത? എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതാണോ നിങ്ങളുടെ ധർമ്മവും മാധ്യമ പ്രവർത്തനവും? എവിടെങ്കിലും ഒരു മര്യാദ ഈ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ കുറച്ചൊക്കെ മര്യാദ വാർത്തയെ സംബന്ധിച്ച്, വാർത്തയുടെ പ്രാധാന്യം സംബന്ധിച്ച്, ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്ന നിരക്കുന്ന രൂപത്തിലെങ്കിലും നിങ്ങൾ പണിയെടുക്കണ്ടേ മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ? ഇത് എത്രമാത്രം ഈ വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് വാർത്തകൾ തിരഞ്ഞെടുത്തിട്ട് അവതരിപ്പിക്കുന്നത്, അതിന്റെ പ്രിയോറിറ്റി നിശ്ചയിക്കുന്നത്. അതിന് എന്ത് മാനദണ്ഡമാണുള്ളത്, എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇന്നലെ ഇലക്ട്രൽ ബോണ്ടല്ലേ ഏറ്റവും പ്രധാന വാർത്ത? അതിന് വരുന്ന സപ്ലൈകോയിലെ വിഷയമാണ്. സപ്ലൈകോയിലെ വിഷയമാക്കിക്കോ, നിങ്ങൾ അതിനെപ്പറ്റി വാർത്ത കൊടുത്തു. പക്ഷെ അത് വസ്തുനിഷ്ഠമാവണം. അതിൻ്റെ അതൊരു അജണ്ട കൊണ്ട് സെറ്റ് ചെയ്യും. ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഇത്തരം കൂടുതൽ അജണ്ടകൾ ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കേന്ദ്ര സർക്കാരിനെതിരെയോ BJPക്കെതിരെയോ വരുന്ന വാർത്തകളെയൊക്കെ കുറേയൊക്കെ തമസ്കരിച്ചിട്ട് കേരള സർക്കാരിനും ഇവിടുത്തെ ഇടതുപക്ഷത്തിനുമെതിരെ വരുന്ന വാർത്തകളെ എത്രമാത്രം ആഘോഷിക്കാം, വളച്ചൊടിക്കാം എന്നതിൻ്റെ കൂടുതൽ ലക്ഷണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു സ്റ്റോറി പോലെ തന്നെ ഈ കേന്ദ്രത്തിലെ കേരള ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത കേസിനെ സംബന്ധിച്ചെന്നതുപോലെ തന്നെ, ആ വാർത്ത മുക്കിയതുപോലെ തന്നെ ഇനിയും പല വാർത്തകളും വരും ദിവസങ്ങളിൽ ഇങ്ങനെ വരുന്ന വാർത്തകൾ, അനിഷ്ട വാർത്തകൾ, അവർക്ക് മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മുക്കുമെന്ന് തമസ്കരിക്കുമെന്നൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ജനങ്ങളെ എന്നും വിഡ്ഢികളാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. ജനങ്ങൾ ജാഗരൂകരാണ്. നിങ്ങളുടെ അന്തിച്ചർച്ച ഏത് വഴിക്കാ പോകുന്നതെന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ട്. ഒരു സംശയവും വേണ്ട.